നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഫസ്റ്റ് 5 മിനിറ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുവാണ്. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഒപ്പം തന്നെ പ്രീവിയസ് ഡേ ഹൈ ആൻഡ് ലോ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഹൈയോ ലോയോ കട്ട് ചെയ്ത് എങ്ങോട്ടേക്കാണോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ എൻട്രി എടുക്കണം. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ലോ അത് 299 അത് തന്നെയാണോ ഇവിടെയും കാണിക്കുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എൻട്രി എടുക്കാം. എന്തായാലും സമയം കുറച്ച് എടുക്കുന്നുണ്ടാവാം. ഞാൻ എന്തായാലും കുറച്ച് നേരത്തിന് ശേഷം എൻട്രി എടുത്തതിന് ശേഷം നിങ്ങളെ അറിയിക്കാം. ഓക്കെ, 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ഹൈയും ലോയുമാണ് നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ഈ രണ്ട് ലൈനുകൾ എങ്ങോട്ടെങ്കിലും ഒരു ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് തരണം. ആഫ്റ്റർ ദാറ്റ് അതിലേക്ക് ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോയതിന് ശേഷം തിരിച്ചൊരു റീടെസ്റ്റ് വരണം. റീടെസ്റ്റ് വന്നിട്ട് ഇതിൽ ടച്ച് ചെയ്യുന്ന ക്യാൻഡിൽ റിജക്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുവാണെങ്കിൽ അവിടുന്ന് നമുക്ക് എൻട്രി എടുക്കാം. അതുപോലെ തന്നെ മുകളിലേക്കൊരു ക്ലോസിങ് തന്നു, റീടെസ്റ്റ് വന്നു, ഈ ടച്ച് ചെയ്യുന്ന ക്യാൻഡിൽ മുകളിലേക്ക് റിജക്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എൻട്രി എടുക്കാം. എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ മിനിമം 1:2 റിസ്ക് റിവാർഡ് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും നമുക്ക് പിന്നീട് ഇതിനകത്ത് ചെയ്യാനില്ല. എൻട്രി എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഇട്ടിട്ട് എവിടെ വേണമെങ്കിലും പോകാം. കാരണം പിന്നീട് നമ്മൾ നോക്കിയിരിക്കുന്നതിലോ അതിലിടപെടുന്നതിലോ യാതൊരുവിധ അർത്ഥവുമില്ല എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇത് ആദ്യം ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് തരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. നമ്മളങ്ങനെ എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മൾ എൻട്രി എടുത്തേക്കുന്നത് 9:43 1 മിനിറ്റ് ക്യാൻഡലിലാണ്. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ടാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്വിംഗ് ഹൈയുടെ മുകളിൽ ഏകദേശം ഒരു 0.62% നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് കഴിഞ്ഞ ദിവസത്തെ ഡേ ഹൈയുടെ തൊട്ട് മുന്നേ, അതായത് കൃത്യം 1:2 നമ്മൾ ടാർഗറ്റും വെച്ചിട്ടുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ട്രേഡിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഈ ട്രേഡിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി സപ്പോസ് ഇത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ 1 മണിക്കാവാം, അല്ലെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് 1 മണിക്കാവാം. പക്ഷേ അത്രയും നേരം നമ്മളിത് നോക്കിയിരുന്നത് കൊണ്ട് ഇനി നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടുണ്ട്. അതേപോലെ തന്നെ അത്ര നേരം നമ്മൾ ഇനി നോക്കിയിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കാര്യമില്ല. അതായത് നമുക്കിനി ഇതിനകത്ത് ഒരു ഇൻഫ്ലുവൻസും നടത്താനില്ല. നമ്മൾ ഇനി നിസ്സഹായനാണ്, അല്ലെങ്കിൽ ഇനി നമ്മൾ വെറുമൊരു കാഴ്ചക്കാരൻ മാത്രമാണ്. സോ മാർക്കറ്റ് ഒന്നുകിൽ സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ ടാർഗറ്റോ ഹിറ്റ് ചെയ്യേണ്ടത് മാർക്കറ്റിൻ്റെ മാത്രം ആവശ്യമാണ്. അപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ എൻ്റെ മൂഡ് അനുസരിച്ച് ചിലപ്പോൾ ഈ ട്രേഡ് ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തേക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജേണൽ അത് നിങ്ങളെ അടുത്ത ദിവസം കാണിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ റിസൾട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ജേണലിൻ്റെ അവസ്ഥ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അതിനുള്ളിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് കാണുകയും ചെയ്യാം. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കുന്നത് 355 അപ്പോൾ 300 കവർ ചെയ്യട്ടെ. അതുവരെ നമുക്ക് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിതുവരെ ഇപ്പോൾ 92 ദിവസങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് 93ാമത്തെ ദിവസമാണ്. ഈ 93 ദിവസത്തിൽ നമ്മുടെ നെറ്റ് റിസൾട്ട് വരുന്നത് 799. അത് നെഗറ്റീവാണ്. അപ്പോൾ 799 രൂപ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇത് നഷ്ടമാണ് കാണുന്നത്. എന്നാൽ ഞാൻ നോക്കുമ്പോൾ ഇത് വളരെ വിജയകരമായി ഞാൻ ഇവിടം വരെ എത്തിയെന്നുള്ളതാണ്. കാരണം പണ്ട് എപ്പോഴൊക്കെ 20 ദിവസം ട്രേഡ് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഹ്യൂജ് ലോസ്, അതർവൈസ്
എത്രയാണോ നമ്മുടെ അക്കൗണ്ട് സൈസ് ഉണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് വാഷ് ഔട്ട് ആയിട്ടുണ്ടാകും. അതായത് 60 ദിവസം ഇല്ല 80 ദിവസം നമ്മൾ ട്രേഡ് ചെയ്തു എന്ന് കരുതിയാൽ മിനിമം 3 തവണ നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ടായി പോയിട്ടുണ്ടാവും. എപ്പോഴൊക്കെ ചെയ്തോ അപ്പോഴൊക്കെ അതാണ് അനുഭവം. ഇനി ഒരു ദിവസം വരുത്തിയ ലോസ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഒരു ദിവസം തന്നെ 20,000-ഉം 60,000 വരെയൊക്കെ ലോസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും അതൊരു ദിവസത്തെ ലോസാണ്. ഇത് 92 ദിവസം കൊണ്ട് ഇത്രയേ നമ്മൾ ലോസ് വരുത്തിയിട്ടുള്ളൂ. ഓക്കെ, ഇനി ആ ലോസ് പോലും ആക്ച്വലി ഒരു മിസ്റ്റേക്ക് മാത്രമായിരുന്നു. അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണ്. ഈ ഡേറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും. നമ്മൾ ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ട്, അതായത് ഈ ജേണൽ എഴുതി ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 7ാമത്തെ ദിവസം ബൈ മിസ്റ്റേക്കിൽ ഇതിനകത്ത് നമ്മൾ ക്വാണ്ടിറ്റി നമ്മളുടെ എടുക്കാമായിരുന്ന ക്വാണ്ടിറ്റിയേക്കാളും ഒരു 10 ഇരട്ടി ക്വാണ്ടിറ്റി നമ്മൾ എൻട്രി മിസ്റ്റേക്ക് കൊണ്ട് കയറി വന്നു. എൻട്രി എടുത്ത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇത്രയും വലിയ ലോസ് നമ്മൾ കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, അവിടെ വെച്ചത് കട്ട് ചെയ്തത് കൊണ്ട് ഈ ഒരു ലോസിൽ നിന്നു. അന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ നമുക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് പോയത്. അത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ വലിയ ലോസ് സംഭവിച്ചേനെ. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് എൻട്രിയിലൂടെ സംഭവിച്ച ഈ 982 രൂപ അത് മാത്രമാണ് ഇവിടെ ലോസായിട്ട് കിടക്കുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഇതുവരെ കിട്ടിയേക്കുന്ന 42% വിൻ റേഷ്യോയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് 50%-ലധികം നമ്മൾ തോൽവിയാണ് ഈ പറയുന്ന ടോട്ടൽ ട്രേഡുകളിൽ സംഭവിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും നമ്മൾ പറയുന്ന പോലെ തന്നെ 40% കൊണ്ട് നമുക്ക് ബ്രേക്ക് ഈവനോ ഇല്ലെങ്കിൽ പ്രോഫിറ്റബിളോ ആകാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 900 ഇതിൽ നിന്ന് കുറച്ചാൽ നെറ്റ് റിസൾട്ട് നമുക്കൊരു 100 രൂപയോ 200 രൂപയോ ഇവിടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ നിൽക്കേണ്ടതാണ്. അത് സംഭവിക്കാതിരുന്നത് ഈ ഒരു മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ അബദ്ധങ്ങൾ പറ്റുന്നത് ഏതൊരാൾക്കും സ്വാഭാവികം, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ കഴിവിനെയോ കഴിവുകേടിനെയോ കാണിക്കുന്നതല്ല. അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ ഏത് കാര്യം നിങ്ങൾ എടുത്താലും നിങ്ങൾ വിജയിച്ചത് നിങ്ങളുടെ കഴിവ് കൊണ്ടോ നിങ്ങൾ തോറ്റത് നിങ്ങളുടെ കഴിവുകേടോ ആയിട്ടോ കാണേണ്ടതില്ല. ജീവിതത്തിൽ അതൊരു പസിൽ ഗെയിം പോലെ പലതും കൂട്ടിച്ചേരേണ്ടത് കറക്റ്റായി കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ നമ്മൾ വിജയിക്കുകയും അതല്ലാതെ വരുമ്പോൾ തോക്കുകയും ചെയ്യുന്നു. ഈ കയ്യിലേക്ക് കിട്ടുന്ന ആ ടൈം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, ഈ നിമിഷം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിൽ മാത്രമേ കാര്യമുള്ളൂ. ഇനി നമ്മൾ പ്ലാൻ ചെയ്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്, എൻ്റെ കുറേ കഴിവുകൾ എനിക്കിവിടെ പ്രയോഗിക്കാനുണ്ട് എന്ന തെറ്റായ ധാരണ നമുക്ക് വരുമ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടി പ്ലാനിങ്ങോടുകൂടെ ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മൾ എന്ത് തന്നെ പ്ലാൻ ചെയ്താലും അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നതിനെപ്പറ്റി നമുക്കാർക്കും ഒരു കൺട്രോളുമില്ല. അതിനെ കൺട്രോൾ ചെയ്ത് നേരെയാക്കാനോ ഇൻഫ്ലുവൻസ് ചെയ്യാനോ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ പ്ലാനിങ് എന്ന് പറയുന്നത് വലിയ അർത്ഥമില്ലാത്ത അല്ലെങ്കിൽ അർത്ഥശൂന്യമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ആ വിധത്തിൽ നോക്കുമ്പോൾ നമ്മളെ തെറ്റായ കാര്യങ്ങൾ ഒത്തിരി പഠിപ്പിച്ചു വച്ചിട്ടുണ്ട്. നമുക്ക് യാതൊരുവിധ കൺട്രോളും ഇല്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പ്ലാൻ ചെയ്താൽ സാധ്യതകൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം എന്നതിനപ്പുറത്തേക്ക് ഈ പ്ലാനിങ് നമുക്കൊരു പ്രതീക്ഷ തരും. എന്നിരുന്നാൽ നമുക്കറിയാം ഒരു കാര്യവും നമ്മുടെ കൺട്രോളിലല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് തന്നെ പ്ലാൻ ചെയ്താലും പല കാര്യങ്ങളും നമുക്ക് എഗെൻസ്റ്റായിട്ട് സംഭവിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കി വെച്ച പ്രതീക്ഷയാണ് നമുക്ക് എഗെൻസ്റ്റായിട്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് നിരാശ ഉണ്ടാക്കുന്നത്. ഈ നിരാശ പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ ലൈഫിനെ കാര്യമായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. എന്നാൽ നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല എന്ന തിരിച്ചറിവും അതാണ് പരമമായ സത്യമെന്ന് പൂർണ്ണമായി നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ പ്ലാൻ ചെയ്തതുകൊണ്ടോ പ്ലാൻ ചെയ്യാത്തത് കൊണ്ടോ യാതൊന്നും സംഭവിക്കുന്നില്ല. അവിടെ പിന്നെ നമുക്ക് ഗുണം ചെയ്യപ്പെടുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പല ട്രേഡർമാരും പലപ്പോഴും പറയാറുണ്ട്, ഒരു 3 കൊല്ലം 4 കൊല്ലം മാർക്കറ്റിലെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ച ഒന്നും തന്നെ ഒരിക്കലും ഒരു ട്രേഡിംഗ് സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. അതായത് 1 ലക്ഷത്തിൻ്റെയോ 2 ലക്ഷത്തിൻ്റെയോ കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ ആ പഠിച്ചതൊന്നും നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പ്രോഫിറ്റബിൾ ആകാൻ പറ്റത്തില്ല. കാരണം ഇവിടെ തന്ത്രങ്ങളല്ല നമ്മൾ വിജയിപ്പിക്കുന്നത്, മറിച്ച് മാർക്കറ്റിൽ നിന്നുള്ള അനുഭവ സമ്പത്തും നമ്മുടെ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, അതായത് റിസ്ക് റിവാർഡുമാണ്. റിസ്ക് റിവാർഡിലോ ക്യാപിറ്റൽ മാനേജ്മെൻറ്റിലോ നമ്മൾ പൂർണ്ണമായും അതിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ കഴിവിലല്ല നമ്മൾ വിജയിക്കാൻ പോകുന്നതെന്ന് തിരിച്ചറിയുമ്പോഴാണ്. മാർക്കറ്റിൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസ്
ഓരോ ദിവസവും ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം കാണാപ്പാഠം പഠിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ പ്രോബബിലിറ്റിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വിജയിക്കേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ സിസ്റ്റം കംപ്ലീറ്റ് മാത്തമാറ്റിക്കലാക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് കാസിനോസിൽ പോയി ആരൊക്കെ കളിച്ചാലും എല്ലായ്പ്പോഴും തന്നെ ലോങ് റണ്ണിൽ ഫൈനൽ വിജയം കാസിനോയ്ക്ക് മാത്രമാണ്. അവിടെ അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം അവിടെ ആ ട്രേഡിംഗ് എഡ്ജ് കിടക്കുന്നത് കാസിനോയ്ക്ക് അനുകൂലമായിട്ടാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ട്രേഡിംഗ് എഡ്ജ് നമുക്ക് അനുകൂലമാക്കുന്നത് 1:2 റിസ്ക് റിവാർഡ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ റിസ്ക് റിവാർഡ് അനുസരിച്ച് സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്തു, ടാർഗറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഏത് ഡയറക്ഷനിലേക്ക് പോകണമെന്നതും എന്തെന്ന് സംഭവിക്കണമെന്നതും എല്ലാം അത് റാൻഡമാണ്, മാർക്കറ്റ് തീരുമാനിക്കും. ഇതിനകത്ത് നമുക്ക് യാതൊരുവിധ ഇൻഫ്ലുവൻസും ഇല്ല. പക്ഷേ നമുക്ക് എല്ലാ ദിവസവും ഒരേ രീതിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരേ തന്ത്രമാണ് നമ്മൾ പയറ്റുന്നതെങ്കിൽ മാത്രമേ അതിൻ്റെ ആവറേജ് എടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. സപ്പോസ് തേങ്ങയും മാങ്ങയും അല്ലെങ്കിൽ മാങ്ങയും ചക്കയുമായി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എടുക്കുന്ന രീതിയെ മറ്റൊരു എൻട്രി രീതിയുമായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇതൊരു രീതിയാണ്, ഇതുപോലെ നമ്പർ ഓഫ് രീതികൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഒരു രീതി നമ്മൾ കണ്ടെത്തിയാൽ ജീവിതകാലം മുഴുവൻ അതേ രീതി തുടർന്നു കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ തുടങ്ങിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരുന്നോ അന്ന് കിട്ടിയ റിസൾട്ടും ഇപ്പോൾ കിട്ടിയ റിസൾട്ടുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. വ്യത്യസ്തമായ രീതികളിൽ കിട്ടിയ റിസൾട്ടുകൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല. സോ ദാറ്റ് ഒരു രീതി തന്നെ നിങ്ങൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക. 100 ദിവസത്തേക്ക് ആ രീതിയെ ഒന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാകും, നമുക്കിവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, റിസ്ക് റിവാർഡ് വെച്ച് മാത്രം നമുക്ക് വിജയിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു മനുഷ്യൻ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ വേണ്ടി വരുന്നൊരു സമയമാണ് ഒരു 3 വർഷക്കാലം മിനിമം. ഇതാണ് പൊതുവിൽ എല്ലാ ട്രേഡർമാരും പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം ഈ ഒരു ട്രേഡ് അത് കണ്ടിന്യൂ ചെയ്യുവാണ് എങ്കിലും വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുവാണ്. നിങ്ങൾ കണ്ടു കാണും 24th 23rd നമുക്ക് 2 ദിവസം അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടി. 1:2 ഇതാണ് നമുക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ 2 പോർഷൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 2 ദിവസം കൊണ്ട് 4 പോർഷൻ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നൊരു ദിവസം ലോസ് വന്നാൽ 1 പോർഷൻ നഷ്ടം വരും. അതായത് കഴിഞ്ഞ ദിവസം നമുക്ക് കയ്യിലിരിക്കുന്ന 4 പോർഷനിൽ നിന്ന് 1 പോർഷൻ നഷ്ടം വരും. അതായത് നെറ്റ് 3 പോർഷൻ അപ്പോഴും നമ്മൾ പ്രോഫിറ്റിലാണ്. ദാറ്റ് മീൻസ് ഇനി വരുന്ന 3 ദിവസം കണ്ടിന്യൂസ് ലോസ് വന്നാലും നമ്മൾ ബ്രേക്ക് ഈവനിലായിരിക്കും. അപ്പോൾ ഈ ഒരു കളി അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകത്തേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ നമ്മളത് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. നാളെ രാവിലെ അടുത്ത വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അതിനകത്ത് നമ്മൾ ഇന്നത്തെ റിസൾട്ട് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 7 മിനിറ്റാണ്. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ട്രേഡ് ഇവിടെ വെച്ച് അതിൻ്റെ വഴിക്ക് വിട്ടിട്ട് പോയാൽ, അതായത് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 3 മണിയാകുമ്പോൾ അലാറം വെച്ചിട്ടുണ്ട്. അലാറം അടിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ ഹിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഓൾറെഡി അത് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അലർട്ട് കിട്ടും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ ഇട്ടേക്കുന്ന എൻട്രി നമ്മൾ ക്യാൻസൽ ചെയ്യും. അതല്ല എങ്കിൽ 3 മണിക്ക് അലാറം അടിക്കുന്ന സമയത്ത് എടുത്ത് നോക്കിയിട്ട് നമ്മുടെ പൊസിഷൻ ലോസിലാണെങ്കിലും പ്രോഫിറ്റിലാണെങ്കിലും അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ സമയത്ത് നമ്മൾ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യും. അവിടെ നമ്മൾ ലാഭവും നഷ്ടവും നോക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഇനിയുള്ള കാലം മുന്നോട്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്കുള്ള ഗുണം ഇതാണ്, എൻട്രി എടുത്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മനസ്സിലായി നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ്റെ കാര്യത്തിൽ പോലും അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ ജീവനോടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നതൊന്നും നമ്മുടെ കൺട്രോളിലല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പോലെ തന്നെ നമ്മുടെ ലൈഫിലെ ഒരു കാര്യവും, അതിപ്പോൾ ട്രേഡിംഗ് ആയിക്കോട്ടെ മറ്റേത് പ്രവൃത്തിയുടെ റിസൾട്ടും ആയിക്കോട്ടെ, ആ റിസൾട്ട് നമുക്ക് അനുകൂലമോ പ്രതികൂലമോ ആകാൻ ഒരേ സമയം ഈ 2 സാധ്യതകളും ഉണ്ട്. അത് നമ്മളങ്ങ് അംഗീകരിച്ചാൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചാർട്ടിലേക്ക് നോക്കിയിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന ബോധം നമുക്ക് അപ്പോൾ കിട്ടും. അപ്പോൾ ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഇടും. നമ്മൾ നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തൊക്കെയാണോ ജോലികളുള്ളത് അത് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നുണ്ടാവും. 3 മണിയോടുകൂടെ അല്ലെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോഴോ അതർവൈസ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോഴോ
അലർട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ചാർട്ടിലേക്ക് നോക്കുന്നുണ്ടാവൂ. അതർവൈസ് നമ്മളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വളരെ ഇമോഷണലായി ഇതിനെ കാണുന്നു എന്നതാണ്. മനസ്സിലാക്കുക, ഇമോഷൻ കൊണ്ട് ഒരു മനുഷ്യൻ എടുക്കുന്ന തീരുമാനങ്ങൾ 90% തെറ്റിപ്പോകാനുള്ള സാധ്യതയാണുള്ളത്. ഇത് തിരിച്ചറിയുമ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് നോക്കുകയോ അതർവൈസ് ഇമോഷൻ വെച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യേണ്ടതിൻ്റെ യാതൊരുവിധ കാര്യവുമില്ല. സോ ദാറ്റ് വരും ദിവസങ്ങളിൽ നമ്മൾ ഈ രീതി റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാകും. എൻട്രി എടുക്കുന്നിടത്ത് വെച്ചിട്ട് നമ്മൾ ആ ട്രേഡിനെ അതിൻ്റെ വഴിക്ക് വിടും. 3 മണിവരെ സമയമുണ്ട്. അതിനുള്ളിൽ ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ ഹിറ്റ് ചെയ്താൽ അവിടെ വെച്ച് നമ്മൾ ആ ട്രേഡ് എക്സിറ്റ് ചെയ്യും. അതല്ല എങ്കിൽ 3 മണിയാകുമ്പോൾ പൊസിഷൻ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അവിടെ വെച്ച് നമ്മൾ എക്സിറ്റ് എടുക്കുന്നുണ്ടാവും. ഓക്കെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു തിരിച്ചറിവ് വലിയൊരു വിജയം കൊണ്ടുവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. എത്ര പേർക്കിത് മനസ്സിലാക്കാൻ പറ്റും ഇല്ലെങ്കിൽ പറ്റുന്നുണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഈ കഴിഞ്ഞ ഇത്രയും കാലത്തെ ജീവിതം നമുക്ക് വേണ്ടി വന്നു. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് നിങ്ങൾക്ക് ഞാൻ ആ ഒരു ട്രേഡിംഗ് സൈക്കോളജിയുടെ വീഡിയോ ചെയ്ത ആ ഒരു സമയത്തേക്കാണ്. ഇതൊക്കെയാണ് ജീവിതത്തിൽ ഒന്നും നമ്മുടെ കൺട്രോളിലല്ല എന്ന തിരിച്ചറിവുകളൊക്കെ ഉണ്ടാകുന്നത്. സോ ദാറ്റ് ഇനി വിജയവും തോൽവിയും നമ്മുടെ കഴിവോ കഴിവുകേടല്ല എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ റിസൾട്ട് ജീവിതത്തിൽ ഏത് കാര്യത്തിലും പോസിറ്റീവോ നെഗറ്റീവോ ആയാലും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും എന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ. ഈ വിജയമോ പരാജയമോ ഒന്നും ഇപ്പോൾ നമ്മുടെ സന്തോഷത്തെ ബാധിക്കുന്നില്ല. അതർവൈസ് ജീവിതത്തിൽ നമ്മൾ ആസ്വദിക്കേണ്ടത് നമ്മളുടെ ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉണ്ടാക്കി തന്ന കുറേ മിഥ്യാധാരണകളല്ല, അതിനപ്പുറം നമ്മൾ കണ്ടെത്തേണ്ട പരമമായ സത്യങ്ങളും ആസ്വദിക്കേണ്ട കാര്യങ്ങളും. അത് പണത്തെ ബന്ധിച്ചല്ല, മറിച്ച് നമ്മുടെ സാറ്റിസ്ഫാക്ഷനും പണവും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്നൊരു തിരിച്ചറിവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ദാറ്റ് നിങ്ങളിൽ പലർക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടാവാം. അതർവൈസ് അത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ജീവിതത്തിൻ്റെ പരമമായ ആ ഒരു സത്യാവസ്ഥ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ്, ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും നിങ്ങൾക്കത് ഒരിക്കൽ മനസ്സിലാകുന്നുണ്ടാവും. അതർവൈസ് ഈ യാത്രയിൽ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു 300 ഡേയ്സൊക്കെ നമ്മളോടൊപ്പം നിൽക്കുന്ന ഏതൊരാൾക്കും എന്താണ് ജീവിതമെന്ന തിരിച്ചറിവ് തന്നെ ട്രേഡിങ്ങിനേക്കാൾ ഉപരി ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.